വിജയിക്കുന്നവന്റെ കൂടെ ലോകം നിൽക്കത്തുള്ളൂ, പരാജിതന്റെ കൂടെ നിൽക്കത്തില്ല. അപ്പം ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ലൈഫിൽ എത്ര മോശം സാഹചര്യത്തിലൂടെയാണ് പോകുന്നതെങ്കിലും ഈ ഒരൊറ്റ വാക്ക് മതി, നിങ്ങൾക്ക് വിജയിക്കണോ. ഒരാൾക്കും ഒരാൾ വിചാരിച്ചാലും നമ്മളെ തളർത്താനും തകർക്കാനും നശിപ്പിക്കാനും പറ്റൂല, അവനവൻ വിചാരിക്കാതെ. ഒരു മനുഷ്യൻ വിചാരിക്കുക എനിക്ക് മതിയാക്കാം, ഈ ജീവിതം തീരുമാനിച്ച അവന്റെ ലൈഫ് അവിടെ തീർന്നു. അതല്ല, എനിക്കിനി മുന്നോട്ട് പോകണം, എനിക്ക് എത്ര വരെ മുന്നോട്ട് പോകാൻ പറ്റുമോ, എനിക്ക് പോകണമെന്ന് അവന്റെ ഉള്ളിലൊരു വാശി കയറിക്കഴിഞ്ഞ് ഹി വിൽ ബിക്കം അൺസ്റ്റോപ്പബിൾ. രമ്യ ഇങ്ങനെ എൻഗേജ് ആയിരുന്നു കേട്ടോണ്ടിരിക്കുമ്പോ എനിക്ക് പറയാനുള്ള ആവേശം കൂടും. കാര്യം നമുക്ക് ഒരു മനുഷ്യർ നമ്മളെങ്ങനെ കേട്ടുകൊണ്ടിരിക്കും അത്രേ കേൾക്കാനുള്ള ആഗ്രഹം ഉണ്ടല്ലോ, ആ കണ്ണുകളിൽ എനിക്ക് കാണാം. ഇനി അതുകൊണ്ടാണ് എനിക്ക് പറയാനും തോന്നുന്നത് കേട്ടോ. പറയൂ പറയൂ, കേൾക്കട്ടെ. അതിലൂടെ എത്രയോ പേരിലേക്കാണ് ഇത് എത്തുന്നത് അല്ലേ? എങ്ങനെ ഇത്ര സുന്ദരിയായിട്ടിരിക്കുന്നത്? എന്നോടല്ലേ ചോദ്യം ചോദിച്ചു, ഞാൻ ചോദിക്കട്ടെ. ഹേയ്, അതൊന്നുമില്ല. അതൊക്കെ രണ്ട് നല്ല ഭംഗിയുള്ള നുണക്കുഴി. ഉണ്ട്, അമ്മയുടെ ഉണ്ട്. അമ്മയുടെ നിന്ന് കിട്ടി, ഞാൻ എന്റെ മോൾക്കും കൊടുത്തു. ഇങ്ങനെ ഇത്രയും ഇതായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, എല്ലാരിലേക്കും ചാർജ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണോ ശരിക്കും ഒരു കൗൺസിലിംഗ്? ഒരാൾ ഇപ്പൊ ഡിപ്രഷൻ വരുന്ന ഒരുപാട് പേരുടെ അടുത്ത് നമ്മുടെ ഇന്നിപ്പോ സൊസൈറ്റിയിൽ ഒരുപാട് കൗൺസിലേഴ്സ് ഉണ്ട്.